നോമ്പ് കാലം എല്ലാ വിശ്വാസികളും നന്മകൾ ചെയ്യുന്ന സമയമാണല്ലേ. പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനും രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാനുമൊക്കെ എല്ലാവരും മുൻകൈയെടുക്കും. എന്നാൽ ഇങ്ങനെയുള്ള സുമനസ്സുകളെ ചൂഷണം ചെയ്യുന്ന ആളുകളെക്കുറിച്ചും അറിയണം. കൊല്ലം കുണ്ടറയിൽ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തു വന്ന വിശ്വാസികളെ കബളിപ്പിച്ച് ക്യാൻസർ രോഗി എന്ന വ്യാജേന പണം പിരിച്ചെടുത്ത യുവാവ് പിടിയിലായി. സിനിമയെപ്പോലും വെല്ലുന്ന രീതിയിൽ ട്യൂബും കൃത്രിമ സപ്പോർട്ടുകളും ശരീരത്തിൽ ഒട്ടിച്ച് ഭിന്നശേഷിക്കാരനെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പ്രതിയിൽ നിന്ന് 2 സ്മാർട്ട് ഫോണുകളും ഹെഡ്സെറ്റും കണ്ടെടുത്തിട്ടുണ്ട്. രാത്രി 10 മണിയോടെ ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നോമ്പ് നിസ്കാരം കഴിഞ്ഞ് പുറത്തുവരുന്ന വിശ്വാസികളിൽ നിന്ന് ഇയാൾ ആയിരക്കണക്കിന് രൂപ പിരിച്ചെടുത്തിരുന്നു. ക്യാൻസർ പേഷ്യന്റായ എന്നെ സഹായിക്കണമേ എന്ന ബോർഡും ഗൂഗിൾ പേ നമ്പറും QR കോഡും നെഞ്ചത്ത് തൂക്കിയിട്ടാണ് യാചന നടത്തിയിരുന്നത്. എല്ലാവരും മടങ്ങിയ ശേഷം ഇയാൾ യാതൊരു കുഴപ്പവുമില്ലാതെ നടക്കുന്നതും വായിലെ ട്യൂബ് നീക്കുന്നതും പള്ളിയിലെ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചു വരുത്തി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇവന്റെ ട്യൂബ് ഇട്ടിരിക്കുന്ന കാരണം നമുക്കൊരു മാനസിക ഇത്. അപ്പൊ ഇവര് സൂക്ഷ്മം പരിശോധിച്ചപ്പോ കാലില് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഇത് പാഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ 2 തരത്തിലും കാലിലൊരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. ഇവനൊരു ട്യൂബ് ഇട്ടിരിക്കുന്നു, വായിന്ന് ചോര വരുന്നു എന്ന് പറഞ്ഞു. ആ ട്യൂബ് ബഹുമാനപ്പെട്ട SI വലിച്ചെടുത്തപ്പോ അതിനകത്തൊന്നുമില്ല, ചുമ്മാതെ കടിച്ചു പിടിച്ചിരിക്കുന്ന ട്യൂബ്. അപ്പൊ അത്ര തരത്തിലേക്കുള്ള ഒരു ഇത് തട്ടിപ്പുകാരനെ കണ്ടപ്പോ നമുക്കത് നിയമപരത്തിന് കാണണം. കാര്യം നാളെ ആവർത്തിക്കരുത്. പോലീസ് നടത്തിയ പരിശോധനയിൽ വായിലെ ട്യൂബ് വ്യാജമാണെന്നും കാലിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നും കണ്ടെത്തി. ഇയാളുടെ ബാഗിൽ നിന്ന് 10,000-ലേറെ രൂപയും ഗൂഗിൾ പേ വഴി ഏകദേശം 12,000 രൂപയും ലഭിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ 50 മുതൽ 2,000 രൂപ വരെ പലരും പണം നൽകിയതായും വ്യക്തമായി. ഇയാളുടെ പുതിയ വാഹനത്തിൽ ഞാൻ ക്യാൻസർ രോഗിയാണെന്നും എന്നെ ഉപദ്രവിക്കരുതെന്ന സ്റ്റിക്കറും ഭിന്നശേഷിക്കാരുടെ ചിഹ്നവും പതിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധനയിൽ ഇയാളെ തടയാറില്ലായിരുന്നു. ഏതാനും ദിവസം മുമ്പ് MVD പരിശോധനയിൽ ഹെൽമറ്റിന് പിഴ ഒഴിവാക്കിയെന്നും ഉദ്യോഗസ്ഥർ പിരിവിട്ട് 1,000-ലേറെ രൂപയുടെ ഹെൽമറ്റ് വാങ്ങി നൽകിയതായും പ്രതി മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. ഇയാളുടെ കൈവശം ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും കണ്ടെത്താനായിട്ടില്ല. മറിച്ച് 2 ആൻഡ്രോയിഡ് ഫോണുകളും ഹെഡ്സെറ്റും കണ്ടെടുത്തു. ഫോണിലെ കോൺടാക്ട് നമ്പറുകളിൽ വിളിച്ചപ്പോൾ പലരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായും പോലീസ് അറിയിച്ചു. പ്രതി ഏറെക്കാലമായി തട്ടിപ്പ് തുടർന്നു വരികയായിരുന്നെന്നാണ് സൂചന. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.